ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പുനർനാമം മഹത്വപ്പെടട്ടെ. പാൻഡറ്റ് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ 167ാമത് പ്രെയർ സൂം മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതവും നന്ദിയും അറിയിക്കുന്നു. എന്നെ പാട്ട് പാടുന്നതിനായി അഞ്ജു ജസ്ലി സഹോദരിയെ ക്ഷണിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ ഇടയ്ക്ക് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത 2 പാട്ടുകൾ പാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാമത്തിൽ പറയട്ടെ. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ, നീ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ നാവ് വരളുമ്പോൾ ആഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ എൻ ആത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ നാവ് വരളുമ്പോൾ ആഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ എൻ ആത്മദാഹം തീർത്തിടും. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചതഞ്ഞ ഓടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എൻ്റെ യേശു. ചതഞ്ഞ ഓടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എൻ്റെ യേശു. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ നാഴികളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ, സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. മെസ്സേജ് പറയുന്നതിനായി ലീലാമ്മ ആന്റിയെ ക്ഷണിക്കുന്നു. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ കർത്താവിന്റെ മഹത്വം നമ്മെ ഇന്നിങ്ങനെ ഒരു പ്രാവശ്യം കൂടി എൻ്റെ ദൈവത്തിന്റെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ഉള്ളവളാകുവാൻ ഇങ്ങനെ ഒരു അവസരം എൻ്റെ കർത്താവ് എനിക്ക് തന്ന കുറികൾക്ക് വേണ്ടി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏത് സമയവും കർത്താവ് മതിയാവനെന്നല്ലാതെ ഒന്നും നമുക്ക് പറയുവാനില്ല. ആ നിലയിൽ കർത്താവ് ഒരവസരം കൂടി ശേഷിപ്പിച്ചു തന്നു. അതിനുവേണ്ടി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. മാത്രമല്ല, എനിക്ക് ഈ സ്റ്റേജ് ഒരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും വിശേഷാൽ ശിവയോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. എനിക്ക് വേണ്ടി വിശേഷാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥനയോട് ദിവസങ്ങളിലായിരിക്കാം. ഒന്നാമതായി എനിക്ക് വളരെ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും എൻ്റെ നന്ദി അങ്ങ് നിറഞ്ഞു തുളുമ്പുകയാണ്. എൻ്റെ കർത്താവിനെ ഓർത്ത്, കർത്താവ് ചെയ്ത നന്മ, കർത്താവ് എത്ര മതിയാവനാണെന്ന് ഓർത്ത്. കാരണം ഷീബയുടെ പ്രിൻസിനെ ഓർത്താണ് ഞാനത്. ആദ്യം ഷീബ വാർത്ത ഇടുമ്പോൾ ഞാനത് വായിച്ചു.
വായിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വപ്പെടുത്തി. അതിനുശേഷം ഞാൻ ആ കാറ് കണ്ടപ്പം ശിവ പറയുന്നത് ശരിയാണോ? ഈ കാറ് കണ്ടാൽ ആരിത് പറയും? 35 ദിവസം പ്രായമായ ഒരു പിഞ്ചു കുഞ്ഞിനെ മുടി പോലും ഒന്ന് പൊഴിഞ്ഞു പോലും പോകാതെ കുഞ്ഞിനെ കർത്താവ് എടുത്തൊരു സ്ഥാനത്ത് കൊണ്ട് ഭദ്രമായി സൂക്ഷിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഓർക്കുമ്പോൾ നമുക്ക് എത്ര നന്ദി പറയും. ഹൃദയം നിറഞ്ഞ് കവിയുന്ന നന്ദിയില്ലാതെ എന്തോ പറയാൻ പറ്റും. നമ്മുടെ കർത്താവ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇതൊക്കെ നിമിത്തമാണ് കർത്താവ് നമുക്ക് വഴിയൊരുക്കി തരുന്നത്. ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ കൃപകൾ, ഇത്ര വലിയ പരിപാലനം, ഇത്ര വലിയ നടത്തിപ്പ് എന്റെ കർത്താവ് നീതിമാൻ വീണാലും നിലം പരിചാകാതെ സൂക്ഷിക്കുന്ന കർത്താവ്. ഈ അനുഭവത്തിൽ കൂടി നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ വാക്യങ്ങളെയും വായിച്ചു വിടും, പക്ഷെ ഇങ്ങനത്തെ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒരു 13 വർഷത്തിന് മുമ്പ് എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങളുടെ മൂത്ത മോൻ യൂശുവ മോനെ, അവനെ 13 വയസ്സുള്ളപ്പോഴാണ് അവനെ അലർജിക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹോമിയോ മരുന്നാണ് കൊടുത്തത്. മൈലപ്രായിൽ വെച്ചായിരുന്നു. ഒരു അവധിക്ക് വന്നപ്പോഴായിരുന്നു. അവനെ മരുന്ന് കഴിച്ചു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അബോധാവസ്ഥയിലായി കട്ടിലിൽ വീണു. അവിടുന്ന് പെട്ടെന്ന് അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു അവിടെ. അവരെ പെട്ടെന്ന് കാറിലെടുത്ത് പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഡോക്ടർ പെട്ടെന്ന് പരിശോധിച്ച് നോക്കി പറഞ്ഞു, പെട്ടെന്ന് നിങ്ങൾ ഫീൽഡിലേക്ക് കൊണ്ടുപോക്കൂ, ഞങ്ങൾ ആംബുലൻസ് ഞാൻ തരാം, കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് കുഞ്ഞ് ജീവനില്ല, അനക്കമില്ല, നാടി നോക്കിയിട്ടൊന്നുമില്ല, ഒന്നുമില്ല കുഞ്ഞിന്. അപ്പം അവരോടത് പറഞ്ഞില്ല. പക്ഷേങ്കിൽ അവരോട് പെട്ടെന്ന് ആംബുലൻസ് കൊടുത്ത് പെട്ടെന്ന് ആ ഡ്രൈവറെ ഭയങ്കര ഏറ്റവും കൂടിയ സ്പീഡിൽ, എത്രയും സ്പീഡ് വിടാം അത്രയും സ്പീഡിലാണ് വിട്ടുപോയത്. അത്രയും അങ്ങനെ പൊക്കോളാൻ ഡോക്ടർ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഡോക്ടർ തിരുവല്ലയിൽ നമ്മുടെ ആശുപത്രിയിലെ ഡോക്ടറോട് വിളിച്ച് പറഞ്ഞു, ഒരു യോശുവ എന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുവരുന്നുണ്ട്, അവന് ജീവനില്ല, ഞാൻ നോക്കിയിട്ട് അവന് ജീവൻ കാണുന്നില്ല, ഏതായാലും ഡോക്ടർ പ്രത്യേകം നോക്കണം. അപ്പൊ അവരതെല്ലാം അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ച് അവിടെ ചെന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി പറയട്ടെ, 4 മണിക്കൂർ നേരം അവന് ജീവൻ ഇല്ലായിരുന്നു, 4 മണിക്കൂർ നേരം. പക്ഷെ ഞങ്ങളിത് അറിയുന്നില്ല. അതിനുശേഷം ആണ് മോളെ ഞങ്ങളെ വിളിച്ച് പറയുന്നത് അവിടുന്ന് പെട്ടെന്ന് അവന് പോകുന്നത്. ഞങ്ങൾ ചെന്നപ്പോ അവനെ ഞങ്ങൾ ഓടിച്ചു നോക്കിയപ്പോ അമ്മച്ചി എനിക്ക് ഒരു കുഴപ്പമില്ല, കുഞ്ഞ് എഴുന്നേറ്റ് പറയുന്നതാണ്. അപ്പം ഡോക്ടർമാർക്ക് അവസ്ഥയിൽ ഈ 4 മണിക്കൂർ ഈ കുഞ്ഞിന്റെ ജീവനോട് നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തുള്ള അവസരങ്ങൾ വരുമ്പോഴാണ് നമുക്ക്, ഞാൻ അന്നാണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുള്ളൂ. ഞാൻ എഴുതിയ പാട്ട് ഒന്നും ഞാൻ ഡേറ്റ് കൊടുത്തിട്ടില്ല. പക്ഷെ അന്ന് എഴുതിയാന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല, ആ സമയങ്ങളിൽ എഴുതിയാന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പിരിപ്പാണ്ടൂസ് പാടിയ ആ പാട്ട്, തിങ്കളാഴ്ച പാടിയ പാട്ട്, സത്യമായി തന്നെ വിളിക്കും ഭക്തർക്ക് സർവവും നൽകി പുലർത്തുന്നു, സാധുക്കളുടെ ആഗ്രഹമൊക്കെയും സാധിച്ചു നൽകുമെന്നായകൻ. എന്തു ഭാഗ്യമേ, എന്തു മോദമേ, എൻ ജീവിതം ധന്യമാക്കി നാഥനൻ ജീവിതം ധന്യമാക്കി. ഓരോരോ നിമിഷങ്ങൾ വൻകൃപ തന്നും ഒത്തിരി ഒത്തിരി നന്മകൾ തന്നും ഓമെനിക്കും നായകൻ. ഓ എത്ര നല്ല രക്ഷകൻ, ഓമെനിക്കും നായകൻ. ഓ എത്ര നല്ല രക്ഷകൻ. നമ്മളെ ഓമനിക്കുന്ന നായകൻ, ഓമനിച്ച് കൊണ്ട് പിന്നെ പ്രിൻസിനെ കർത്താവ് ഓമനിച്ച് മാറോട് ചേർത്ത് പിടിച്ചത്. എനിക്കത് ഓർത്തിട്ട് എനിക്ക് കർത്താവെ, ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. ഈ 2 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വളരെ എന്നെ കുലുക്കിയ ഒരു അവസരങ്ങളാണ്. ഈ ദൈവം എത്ര മതിയാകും, നമുക്ക് ഓരോ നിമിഷത്തോളം അനുഭവിച്ചറിയാൻ തോക്കണം കർത്താവ് നമ്മളെ ഇടയാക്കുന്നു. എന്റെ കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമുക്ക് ഇനിയും വിഷയത്തിലേക്ക് വരാം. നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു. നാം എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിനു പ്രാർത്ഥിക്കണം, ഇതൊക്കെയാണ് നമ്മുടെ ചിന്തകളിലുള്ളത്. ഈ ചിന്തകളൊക്കെ നമ്മൾ ചിന്തിച്ച് ദിവസം ആയിരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും സമാധാനവും കർത്താവ് തരും. നമ്മുടെ ജീവിതം ഒരിക്കലും നിരാശപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ധന്യമായി നമുക്ക് ജീവിക്കാൻ തോക്കണം കർത്താവ് നമ്മളെ സഹായിക്കും. 1999 ജനുവരി 23 ഒരു ഞെട്ടിക്കുന്ന സംഭവം നമ്മൾ കേൾക്കാനിടയായി. ഗ്രഹാം സ്റ്റേറ്റ്സും 2 കുഞ്ഞുങ്ങളെയും കൊല്ലപ്പെടുന്ന രംഗം. ആ സമയത്ത് അവരുടെ ഭാര്യയും, ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യത്തോടനുബന്ധിച്ചാണ് ഇപ്പൊ ഇത് ചിന്തിച്ചത്. ആ ഭാര്യയും കുഞ്ഞും മോളും അന്നേരം എന്താണ് പറഞ്ഞത്, അവർക്ക് എങ്ങനെ അത് സഹിക്കാൻ പറ്റി, അവരെന്താണ് പറഞ്ഞത്, നമുക്കത് അറിയാവുന്ന കാര്യമാണ്. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ അനുഭവിച്ച് അറിയാൻ തോക്കണം. നമുക്ക് ഈ ദൈവത്തിന് നന്ദി പറയാൻ തോക്കണമുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കി തരുന്നതാണിത്. അതിനോട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എന്നാൽ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ശക്തി ക്ഷയിച്ചു പോകുവാൻ ഒരിക്കലും നമുക്ക് ഇടയാകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകാൻ കർത്താവ് ഇടയാകരുത്. അത് കർത്താവ് നമുക്ക് ശക്തി തരും. പക്ഷെ നമ്മളത് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമാക്കി തീർക്കുവാൻ തോക്കണം കർത്താവ് നമ്മളെ ഇടയാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ദിവസം നമുക്കായിരിക്കാം. നമ്മൾ ദൈവമക്കളല്ലേ,
അവിശ്വാസം വിശ്വാസികൾക്ക് ഒരിക്കലും നല്ലതല്ല, അത് പരാജയമാണ്. അത് നമ്മുടെ ജീവിതം അനുഭവിച്ചറിയാൻ നമുക്ക് ഇടയാക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവിശ്വാസം ഒരിക്കലും വരാൻ ദൈവം അനുവദിക്കരുത്. അതിനുവേണ്ടി നമ്മൾ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ അനുവദിക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു, അവരുടെ ശക്തി, അതായത് ചുമട്ട് തൊഴിലാളികളുടെ ശക്തി ക്ഷയിച്ചു പോയതാണ് നമ്മൾ വായിക്കുന്നു. അത് അവരുടെ ശക്തി ക്ഷമിച്ചു പോയി. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനുഷ്യമായ നിലയിൽ നമ്മൾ ശക്തി നമ്മൾ ക്ഷയിച്ചു പോവുകയും നമുക്ക് നിരാശ ഉണ്ടാവുകയും ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് മനുഷ്യമായ നിലയിൽ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ നിലയിൽ നമുക്ക് നിരാശപ്പെടുവാനില്ല. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് പത്രോസിനോട് പത്രോസിനോട് എന്താ പറഞ്ഞ, അല്പവിശ്വാസിയെ നീ എന്തിനു ഭയപ്പെടുന്നു? കർത്താവിനെ നോക്കിക്കൊണ്ട് നിന്ന പത്രോസ് താഴേക്ക് നോക്കാൻ പോയതാണ് അതിന് കാരണം. നമുക്കതറിയാം. കർത്താവ് പത്രോസിനോട് ചോദിക്കാൻ, നീ എന്തിനാണ് അവിശ്വസിച്ചത് എന്തിനാണ്? അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പലപ്പോഴും നമുക്ക് ചില അവിശ്വാസങ്ങൾ ഉണ്ടായി പോയിട്ടുണ്ട്. നമ്മൾ സ്വർഗത്തേക്ക് നോക്കുന്ന ചിലപ്പോൾ നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇതിലോട്ട് നോക്കി പോകും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെടുവാൻ അനുവദിക്കരുത് പ്രിയപ്പെട്ടവർ. അതിനുവേണ്ടി നമുക്ക് കർത്താവിന് സന്നിധിയിൽ ആയിരിക്കാം. റോമർലേഖനം 4:19 നമ്മൾ വായിക്കുന്ന നീതിയോടുള്ള വിശ്വാസം കാണുന്നു അവിടെ. അത് നമുക്കറിയാം, അബ്രഹാമിന്റെയും സാറയുടെയും കാര്യമാണ്. അത് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണ് ഇതിന് കാരണം. അത് ദൈവം നമുക്ക് തരുന്നതാണ്. അത് നമുക്കറിയാം. അവരെ എത്രയോ നീതിയോടു കൂടിയാണ് അവർ ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചത്. അവർക്ക് ദൈവം ആ പ്രാർത്ഥനയുടെ ഫലം ദൈവം നൽകുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഞാൻ വാക്യങ്ങളൊന്നും ബൈബിളെടുത്ത് വായിക്കുന്നില്ല. അതിന്റെ കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. അതിൽ നമുക്ക് സമയമില്ലല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളുടെ ജയം എന്ന് പറയുന്നത് എന്ത് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നാലും അവര് മുട്ടിന്മേൽ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നമ്മുടെ കൈകൾ മലർത്തണം. നമ്മൾ ഉയർത്തുക, കൈകൾ മലർത്തി സങ്കടജാതനെ നമ്മൾ കഴിച്ച് കണ്ണുനീരൊഴുക്കി കർത്താവിന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ കർത്താവ് നമുക്ക് മറുപടി തരും. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമാണല്ലോ. കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ഏത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നോട്ടെ, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ പോയി ആ സമയം തന്നെ ഒഴുങ്കാലും മടക്കി ആ സ്വർഗത്തേക്ക് നമ്മുടെ കൈകൾ മലർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണുനീർ തൊള്ളിയിൽ വീഴ്ത്താം. കർത്താവ് നമുക്ക് മറുപടി തരും. കർത്താവ് നമുക്ക് മതിയായവനാണ്, നമുക്ക് അനുഭവസ്ഥരാണ്. ദൈവം നമ്മളെ പിന്നെയും സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന വിശ്വസ്തയോടും ഭയഭക്തിയോടും ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം വചനം വായിക്കണം. അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് അത്യാവശ്യമായ കാര്യമാണ്. ഞാൻ പലപ്പോഴും വചനം വായിക്കുമ്പോൾ എനിക്ക് വളരെ ഇപ്പോൾ ഒത്തിരി ഓർമ്മ പലതും എനിക്കില്ല. പല കാര്യങ്ങളും എനിക്ക് ചിലപ്പം ഞാൻ പല കാര്യങ്ങളും മറവിയുള്ളവളാണ്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവ് ഈ വചനം പ്രകാരമെങ്കിലും എനിക്ക് നല്ല ഓർമ്മയും ബുദ്ധിയും എനിക്ക് കർത്താവ് തരണം. അത് ദൈവസന്നിധിയിൽ നമ്മൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഇതൊക്കെ അനുഭവമായിട്ട് തരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം തീർച്ചയായിട്ടും നമ്മൾ വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം പഠിക്കണം. അതിന് പ്രകാരം നമ്മൾ ജീവിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി തീർക്കണം. എനിക്ക് എന്റെ കർത്താവിന്റെ സന്നിധിയിൽ വചനം വായിക്കും. ഞാൻ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഞാൻ ആദ്യം തുടർച്ചയായിട്ട് ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ബൈബിളിൽ വായിക്കുന്നതിന് 16 പ്രാവശ്യം ഞാനിപ്പം വായിച്ചു കഴിഞ്ഞു. വായിച്ചത് കൊണ്ട് എനിക്ക് വായിച്ചു കഴിഞ്ഞതിന്റെ എല്ലാം വായിച്ചുകൊണ്ട് ഒത്തിരി ജീവിതത്തിലെ അനുഭവങ്ങൾ എനിക്ക് അനുഭവിച്ചു. ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും സാധിച്ചു. അനേക പ്രാർത്ഥനാ വിഷയങ്ങളെ കുറിച്ച് വെക്കാൻ എനിക്ക് ഇടയായി. 750 മോളിൽ ബൈബിൾ ടെസ്റ്റ് എഴുതി വെക്കാൻ ഇടയായി. ഇതൊക്കെ ഞാൻ ബൈബിൾ വായിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ദൈവം അങ്ങനെയുള്ള അവസരം. നമ്മൾ ബൈബിൾ വായിക്കണം, അത് പ്രാർത്ഥിക്കണം. നമ്മൾ ബൈബിൾ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ശ്വാസം വിടാൻ മറന്നുപോയാലും ഇത് നമ്മൾ മറക്കാതിരിക്കാൻ തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി തീർക്കണം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ വചനം വായിക്കുന്നതിനല്ല പഠിക്കണം. നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. എന്റെ പ്രിയരെ, നാം ഈ സമയം കണ്ടെന്നെ നമ്മൾ ഈ ഓരോ സമയങ്ങളിലും നമ്മുടെ കർത്താവിന്റെ വലിയ കൃപകൾ അനുഭവിപ്പാനും സമയം കണ്ടെത്തുവാനും നമുക്ക് ഇടയാക്കട്ടെ. ദൈവം അതിനെ നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന കർത്താവിന്റെ കാതുകളിൽ എത്തുമ്പോൾ തീർച്ചയായും മറുപടി നമുക്ക് ലഭിക്കും. കർത്താവിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിന്റെ കാതുകൾ നമ്മുടെ പ്രാർത്ഥന എത്തുവാൻ തക്കോണം എങ്ങനെയാണ് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്നാമതായി നാം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ആ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല, സമയം പോകുന്നതുകൊണ്ട്. മത്തായി സുവിശേഷം 21-22 വാക്യത്തിൽ നമ്മൾ ആ വാക്യം വായിക്കുന്നുണ്ട്. നമ്മളെ എന്ത് വിശ്വസിക്കണം? എന്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചാൽ അതെനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് ഫലം തരുന്നത്. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്പം പോലും മാറാൻ ഇടയാകരുത്. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമതായി ഐക്യമത്യപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കണം.
മത്തായി സുവിശേഷം 18:19 നമ്മൾ അത് വായിക്കുന്നു. നമ്മൾ ഐക്യമത്യമുള്ളവരായിരിക്കണം. നമ്മുടെ ഹൃദയങ്ങൾ മറ്റൊരു ചിന്തകളും വെക്കാതെ, ആരെയും കുറിച്ച് ദൂഷണമോ ഒന്നും ചിന്തിക്കാതെ പറയാതെ നമ്മളെ ഐക്യമത്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കർത്താവിന് നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. ശ്രദ്ധയോടെ നാം പ്രാർത്ഥിക്കണം. യാക്കോബിന്റെ ലേഖനം 5:16 നമ്മൾ വായിക്കുന്നു. നമ്മൾ ഏത് കാര്യം ചിന്തിച്ചാലും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധയോടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അത് അത്യാവശ്യമായ കാര്യമാണ്. അത് നമ്മുടെ കർത്താവ് അത് കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കതിന് ഫലം തരുവാൻ കർത്താവ് മാത്രമാണ് മതിയായവൻ. അതുകൊണ്ട് നമ്മൾ ആ നിലയിൽ പ്രാർത്ഥിക്കണം. പിന്നെ 4-മതായി തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം. ഞാൻ ഒന്നുമില്ല എന്ന് ഞാൻ എന്റെ കർത്താവിന് എന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് എന്റെ കർത്താവ് എന്നിൽ വളരണം, ഞാൻ എന്റെ കർത്താവിൽ കുറയണം. അത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നാം ദിവസം പ്രാർത്ഥിക്കണം. അതെ, നമ്മുടെ പ്രാർത്ഥന ആ നിലയിലാകണം പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ശോധന ചെയ്ത് ഈ വചനം വായിക്കാനും ഈ പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിന് കർത്താവിന്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. എന്റെ പ്രിയരെ, നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്ത് പ്രാർത്ഥിക്കാം. ആരോടും അസൂയയോ പകയോ പിണക്കമോ ഒന്നുമില്ലാതെ ഹൃദയത്തിന്റെ വിശാലതയോട് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അതിനെ സഹായിക്കട്ടെ. ഇനി നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഓർക്കാം. അത് നമ്മുടെ ദെബോരയെ കുറിച്ചാണ് നമുക്ക് നോക്കാം. ഒന്നാമതായി അത് 5-ാമതായി ഞാൻ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ 5-ാമതായി ന്യായമുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളുമാണ് നമുക്ക് ആവശ്യമായത്. അത് ദെബോരയ്ക്ക് അത് ഉണ്ടായിരുന്നു. അത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. ദെബോര, അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, തേനീച്ച എന്നാണല്ലോ. അവൾ വിശ്രമം കൂടാതെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവളായിരുന്നു. എന്റെ പ്രിയരെ, നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ച് ഈ ഓരോ സമയങ്ങളും നമുക്ക് ചേരുന്ന നമ്മൾക്ക് ഈ ഭവനത്തിലെ പണികളും ഒക്കെയും തീർത്തു കഴിഞ്ഞിട്ട് നമ്മൾ എപ്പം പ്രാർത്ഥിക്കാൻ പറ്റും, എപ്പോഴും നമ്മളെ പ്രവർത്തിക്കാൻ പറ്റും എന്ന് നമ്മൾ പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണത്. പക്ഷെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒന്നും പറഞ്ഞ് നമുക്ക് നിൽക്കാൻ ഒക്കത്തില്ല. നമ്മൾ ഇതിന് സമയം കണ്ടെത്തണം. നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ ചിന്തിക്കണം. നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ ദെബോരയെ കുറിച്ച് നമുക്ക് കാണാം. നമുക്ക് അവിടെ ദെബോരയെ കുറിച്ച് 7 കാര്യങ്ങൾ നമുക്ക് അവിടെ ചിന്തിക്കാൻ കഴിയും, അവിടെ കാണുവാൻ കഴിയും. ഒന്നാമതായി ദെബോര ഒരു ഭാര്യയായിരുന്നു. 2-ാമതായി അവൾ ഒരു പ്രവാചകയായിരുന്നു. 3-ാമതായി വിശ്രമം കൂടാതെ ദൈവത്തിനായി അവൾ പ്രവർത്തിക്കുന്നവളായിരുന്നു. 4-ാമതായി നല്ലൊരു ഭരണാധികാരിയായിരുന്നു. 5-ാമതായി നല്ലൊരു പോരാളിയും ഇസ്രായേൽ 5-ാമത്തെ ന്യായാധിപതിയുമായിരുന്നു. 6-ാമതായി നല്ലൊരു പാട്ടുകാരിയായിരുന്നു. 7-ാമതായി ഇസ്രായേൽ മാതാവും ആയിരുന്നു. പക്ഷെ അവൾക്ക് മക്കളില്ലായിരുന്നു. ഈ മക്കളില്ലായിരുന്ന കാര്യത്തിലൊന്നും അവിടെ കാരണമല്ല. അവളൊരു ഭാര്യയായിരുന്നു. അവളെ എല്ലാ നിലയിലും ആ നിലയിൽ ഭവനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അവൾ ഈ 7 കാര്യങ്ങൾ അവളെ ചിന്തിക്കുമ്പോൾ ഈ 7 കാര്യങ്ങൾ അവൾ എങ്ങനെ ചെയ്തു വന്നു നമുക്കത് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ. നമുക്ക് ഇതിൽ ഈ 7 കാര്യങ്ങളിൽ ഏതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ദൈവം നമുക്ക് സമയങ്ങൾ തന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കാര്യം മാത്രം നോക്കി കണ്ട് മുന്നോട്ട് പോകാനല്ല. നമുക്ക് നമ്മുടെ സമയം മാറ്റിവെച്ച് ദൈവദിനം വായിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനും നമ്മുടെ അടുത്ത് വരുന്നവരോട് കർത്താവിനെ കുറിച്ച് പറയുവാനും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോയി പറയുവാനും ഒക്കെ നമ്മൾ അല്പസമയമെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിലെങ്കിലും കണ്ടുമുട്ടിയാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അത് മാത്രമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. പ്രാർത്ഥനയോടുള്ള വിഷയം കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നത്. ദൈവം നമുക്ക് മര്യാദനായി കൂടുണ്ട്. ഈ ദെബോര എത്രയോ വലിയൊരു ആളായിരുന്നു. നമുക്ക് ഓർക്കാൻ പറ്റും. അവൾ പ്രവാചകയായിരുന്നു. ദൈവം അവളോട് ഏതെല്ലാം നിലയിലാണ് ദൈവം അവളെ ഉപയോഗിച്ചത് നമുക്കറിയാം. നമ്മൾ ഏത് നിലയിലാണ് കർത്താവിന്റെ സന്നിധി ആയിരുന്നെന്ന് നമുക്കറിയാം. അവളോട് ഈ നിലയില് ഈ പ്രിയ നമ്മളെ ഓരോരുത്തരും ഈ പ്രിയ ദെബോരയെ പോലെ നമ്മളും ദൈവസന്നിധിയിൽ നമ്മളെ കഴിയുന്നത്രത്തോളം നമുക്ക് ആകുന്നത്രത്തോളം നമ്മൾ കർത്താവിന്റെ സന്നിധി നമുക്ക് വേണ്ടി നമുക്ക് ചിലവിടാം. കർത്താവിന് വേണ്ടി നാം ഒത്തിനോട് ജീവിക്കാം. കർത്താവ് ഒരു പക്ഷെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ എത്രയോ വിലപ്പെട്ടവരാണെന്ന് നമുക്കറിയാൻ പാടില്ല. കർത്താവ് നമ്മളെ അറിയുന്നുണ്ട്. ഒരു കർത്താവ് നമ്മളെ അറിയുമ്പോൾ നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായിരിക്കണം. നമ്മുടെ കർത്താവിന്റെ സന്നിധി നമ്മൾ
വിശ്വസ്തയോടെ ഭയഭക്തിയോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം നിവർത്തിച്ച് നമുക്ക് എല്ലാ ഒരു നിലയിൽ നമ്മൾ ദുഃഖിക്കാതെ സങ്കടപ്പെടാതെ കർത്താവിന്റെ സന്നിധി നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ നമുക്ക് കർത്താവ് നമുക്ക് മതിയാവനായി കൂടിയുണ്ട്. ഇത്ര നല്ലവനായ കർത്താവ് ലോകത്തിൽ നമ്മളെ ഇതുപോലെ സ്നേഹിപ്പാൻ, ഇതുപോലെ കരുതുവാൻ, ഇതുപോലെ നടത്തുവാൻ, പോറ്റുവാൻ, പുലർത്തുവാൻ നമുക്ക് വേറെ ആരുമില്ല. ഈ രാജാതിരാജാവായ നമ്മുടെ കർത്താവ്, കർത്താവായ നമ്മുടെ കർത്താവ്, അതെ എത്രയോ മഹാനായി നമ്മുടെ അതികോമളനായി അതിസുന്ദരനായ നമ്മുടെ കർത്താവ്, ആ കർത്താവിനും നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വിരൂപനായി തീർന്ന കൃപ നമ്മൾ ഒരിക്കലും മറക്കാൻ ഒക്കുന്നതല്ലോ. അവന്റെ രക്തത്താൽ നമ്മുടെ കർത്താവിന്റെ രക്തത്തിന്റെ വില ആർക്കെങ്കിലും നിശ്ചയിക്കാൻ കഴിയുമോ? ആ രക്തം തന്നാണ് നമ്മളെ കർത്താവ് വീണ്ടെടുത്ത് രക്ഷിച്ചത്. ആ വലിയനായ കർത്താവിന്റെ സന്നിധി നമുക്ക് വളരെ കൃപ നിറഞ്ഞവരായി, വളരെ ഭയഭക്തിയുള്ളവരായി, വിശ്വസ്തയുള്ളവരായി കർത്താവിന്റെ സന്നിധി നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ തക്കണം. കർത്താവ് നാം സഹായിക്കട്ടെ. പ്രിയ, നമുക്കും വിശുദ്ധിയോടും വെടിപ്പോടും നിർമ്മല ഹൃദയത്തോടും ഭയഭക്തിയോടും കൂടെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം. സമാധാനത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആറാമതായി ശത്രുവിന്മേൽ ജയം ലഭിക്കാനുള്ളൊരു പ്രാർത്ഥന നമുക്ക് കാണുന്നു. എസ്തറിന്റെ പുസ്തകം 4:15 വാക്യം മുതലാണ് നമുക്ക് വളരെ കാണുന്നത്. മൊർദെഖായിയോട് എസ്തർ പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് അവിടെ ഞാൻ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല, സമയം പോയി നമ്മൾ വായിക്കുന്നില്ല. അത് ഞാൻ ആ കാര്യം പറഞ്ഞു വിടാം. മൊർദെഖായിയോട് ആണ് എസ്തർ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണുന്നത്. മൊർദെഖായിയോട് എസ്തർ പറയുകയാണ്, ശൂഷനിലുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി 3 ദിവസം നിങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കും. 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ. ഈ 3 ദിവസം നമ്മളാണെങ്കിൽ ഒരു ദിവസം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക തന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുകയോ, പക്ഷെ ഇത് പറഞ്ഞിരിക്കുന്ന വെള്ളം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 3 ദിവസവും എനിക്ക് ഒത്തിരി പ്രേരണ തന്ന ഒരു കാര്യമാണ്. ആ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ അവൾ ഉപവസിക്കണം. അവർ ആരാ? രാജ്ഞിയാണ്. അവൾക്കത് ഉപവസിക്കേണ്ട കാര്യമില്ല. അവിടെ എന്തെങ്കിലും മാറട്ടെ, അവർക്ക് എന്തെങ്കിലും മാറട്ടെ, എനിക്കിപ്പോ അതിനകത്ത് പ്രയാസമൊന്നുമില്ല, ഞാൻ രാജ്ഞിയായിട്ട് ഇവിടെ ഇരിക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതൊക്കെ ചിന്തിക്കാമായിരുന്നു. പക്ഷെ അവളുടെ ജാതിയെ ഓർത്ത് അവൾ ചെയ്യുകയാണ് ഈ കാര്യം. അവൾ പറയുന്നു, നിങ്ങൾ 3 ദിവസം നിങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്ത് ഉപേക്ഷിക്കുക. ഞങ്ങൾ നശിച്ചു പോയി, ഞാനും എന്റെ ബാല്യക്കാരത്തികളും ഞങ്ങളും ഉപസിച്ച് പ്രാർത്ഥിക്കാൻ തൊക്കണം തീരുമാനിച്ചിരിക്കുന്നു. അവിടെ നിങ്ങൾ ഇത് ചെയ്യേ, ഞാൻ ആ നിലയിൽ ഞങ്ങളും പ്രാർത്ഥിച്ചോളാം എന്ന് അവൾ പറയുകയാണ്. ആ ദിവസങ്ങളിൽ ഈ ഉപസിച്ച് പ്രാർത്ഥിക്കുന്നത് അവൾ എന്തിനു വേണ്ടിയാണ്? അവൾക്കറിയാം, രാജാവിന്റെ അടുത്ത് എന്ന് എന്തെങ്കിലും വിഷയം പറയണമെങ്കിൽ രാജാവ് കൊഞ്ചങ്കോൾ നീട്ടണം. അല്ലെങ്കിൽ അവൾക്ക് അങ്ങോട്ട് ചെല്ലാൻ ഒക്കത്തില്ല, അവൾക്ക് അടുക്കാൻ ഒക്കത്തില്ല. കൊഞ്ചങ്കോൾ നീട്ടാതെ, അവൾക്ക് അതിന്റെ അറ്റത്ത് തൊടാതെ അവൾക്ക് അടുത്ത് ഒന്നും പറയാൻ ഒക്കത്തില്ല. അവളുടെ ജാതിയെക്കുറിച്ചോ അല്ലെങ്കിൽ മൊർദെഖായിയെ കുറിച്ചോ ഒക്കെ അവൾക്ക് പറയണമെങ്കിൽ, രാജാവിനോട് പറയണമെങ്കിൽ, അവളുടെ സങ്കടജാതനെ അറിയിക്കണമെങ്കിൽ രാജാവ് കൊഞ്ചങ്കോൾ നീട്ടണം. അതിനുവേണ്ടിയാണ് അവളെ ഈ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കഠിന ഉപവാസം. അതെ, നമുക്കറിയാം, ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 3 ദിവസം അവൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവർ, എത്രയോ വലിയൊരു കാര്യമാണ് അവൾ ചെയ്യുന്നത്. അവളെ രാജ്ഞിയാണെന്ന് നമ്മൾ വിചാരിക്കണം. എന്നാൽ ഈ രാജ്ഞി സ്ഥാനം ഒന്നും അവൾ ആ സമയം ഓർക്കാതെ അതൊക്കെ അല്പസമയത്തൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവൾ ദിവസം ഇരുന്ന് കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ് തന്റെ ജനത്തിന് വേണ്ടി, തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി. ശത്രു അവരെ നശിപ്പിച്ച് കളയാതെ, ശത്രു അവരെ കൊന്നു കളയാതെ, എനിക്ക് എന്റെ ജനത്തെ വേണം എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത് തന്നെയാണ് ആവശ്യം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മളും ഇതുപോലെ ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ഫലം തരും. അതെ, നമുക്കത് കാണുവാൻ കഴിയും. ഞാനും എന്റെ ബാല്യക്കാരികളും അവിടെ പ്രാർത്ഥിക്കാമെന്ന് അവൾ പറയുകയാണ്. എന്റെ പ്രിയരെ, ഈ ചരിത്രമൊക്കെയും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ശത്രുവിനെ ജയിക്കാൻ, സാത്താന്റെ തലകളെ തകർത്ത് പ്രാർത്ഥിപ്പാൻ കൃപ ലഭിക്കണം. അതിനുവേണ്ടിയാണ് അവൾക്ക് പ്രാർത്ഥിക്കുന്നത്. ശത്രുവിനെ തകർത്ത് കളയുവാൻ, സാത്താന്റെ തലയെ തകർത്ത് ചവിട്ടി അരച്ച് കളയുവാൻ. അതെ, ദൈവത്തിന്റെ കൃപ വേണം. അത് രാജാവിന്റെയും കൃപ വേണം. രാജാവിന്റെ കൃപ അവൾക്ക് വേണം. അത് രാജാവ് കൃപ തോന്നിയെങ്കിൽ മാത്രമേ കൊഞ്ചങ്കോൾ നീട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അവൾ ആ നിലയിൽ അവൾ ചെയ്യുന്നത്. അതിനുവേണ്ടി അവൾ പരിശ്രമിക്കുകയാണ്. അവള് ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ പകരുകയാണ്. അവൾ സങ്കടപ്പെട്ട് കരഞ്ഞ് അവൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആ പാതപീഠത്തിലേക്ക് അടുത്ത് ചെന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ പാതപീഠത്തിൽ അടുത്ത് ചെന്ന് നമ്മുടെ കണ്ണീർ തൊള്ളികളെ കർത്താവിന്റെ പാതപീഠത്തിൽ വീഴ്ത്തുമ്പോൾ, നമ്മുടെ കർത്താവിന്റെ പാതപീഠത്തിൽ നമ്മുടെ കണ്ണീർ വീഴ്ത്തുമ്പോൾ, നമ്മുടെ കർത്താവിന്റെ തുരുത്തി നമ്മുടെ കണ്ണീർ ഒഴിച്ചു വെക്കുമ്പോൾ, ആ തുരി നിറയുമ്പോൾ തീർച്ചയായും കർത്താവ് നമുക്ക് കൃപ തന്ന് അങ്ങോട്ട്
നമുക്ക് കൃപ ധാരാളമായി ചുരിയാൻ തൊക്കണം കർത്താവ് ഇടയാക്കും. എന്റെ പ്രിയരെ, നമുക്ക് ആ നിലയിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാം. എസ്തേരും യഹൂദ ജാതികളും പ്രാർത്ഥിക്കുന്നു. അത് എസ്തേരിന് നേരെ രാജാവ് പൊൻചങ്കോൽ നീട്ടിയില്ലെങ്കിൽ അതെ ഒരിക്കലും അത് അവർക്ക് അവിടെ ജയമാകത്തില്ല. മാത്രമല്ല വിജയം അങ്ങനെ മാത്രമേ വിജയമുള്ളൂ. ആ വിജയത്തിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അവരാദ്യം അതാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ അതാണ്. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം, വചനമെടുത്ത് വായിക്കണം, ആ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് അത് അവിടുന്ന് അരുളി ചെയ്യും. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ സഹായിക്കും, ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് നമ്മളോട് എത്രയോ പ്രാവശ്യമാണ് കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 365 പ്രാവശ്യമാണ് ഈ ബൈബിളിൽ ഇങ്ങനെ ഭയപ്പെടേണ്ട. ഞാൻ നമ്മളോടും പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഒന്നും വന്നാലും പ്രശ്നം നമുക്ക് കാണാം. ഞാനതിനാണ് അബിയൻസിന്റെ കാര്യം അത് ഞാൻ പറഞ്ഞത്. ഈ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ശുഭായൊക്കെ അതേ സമയത്ത് അങ്ങനെ എന്താണ് അവരുടെ ധൈര്യം? അവിടെ കർത്താവിന്റെ കൃപ കൊടുത്തു. അവർ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നപ്പോൾ കർത്താവിന്റെ കൃപ കൊടുത്തു. അത് അനുഭവമാണ്, അനുഭവിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ നിലയിൽ മുന്നോട്ട് വരാൻ തൊക്കണം കർത്താവ് ഇടയാക്കട്ടെ. അതേ രാജാവ് പൊൻചങ്കോൽ നീട്ടിയെങ്കിൽ മാത്രമേ അവൾക്ക് ധൈര്യം കൂടെ രാജാവിന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുള്ളൂ. അവർ ധൈര്യം കൊണ്ട് പ്രാർത്ഥിച്ചു. നമുക്കും ആ നിലയിൽ ദൈവസന്നിധിയുടെ അടുത്ത് വരാം. അതെ, പ്രാർത്ഥിച്ച കാര്യങ്ങൾ അവൾ ചെന്നു, കുഞ്ചങ്ങൾ തൊട്ടു, അവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം വളരെ വിജയമാക്കി തീർത്ത് നമുക്കറിയാം. ആ വിഷയങ്ങളെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഉപസിക്കേണ്ടടുത്ത് ഉപസിച്ച് പ്രാർത്ഥിക്കണം, അല്ലാതെ പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ പ്രാർത്ഥിക്കണം. നമുക്ക് ഒന്നിച്ച് യോജിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട അങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ കാര്യമാണ്. അതെ, നമുക്ക് ആ നിലയിൽ മുന്നോട്ട് പോകാം. അതിന് ധൈര്യം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം വാക്യത്തിലും 2 ദിനവൃത്താന്തം 15-7 സെക്കരിയ 8-9 ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആ വാക്യങ്ങളൊക്കെ വാക്യങ്ങൾ വായിക്കുന്നില്ല. അതൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇതിനെല്ലാം ഇതുപോലെ ഇതിന് തക്കതായ കാര്യങ്ങൾ നമുക്ക് ദൈവം തരുന്നുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ വചനം നമുക്ക് ജീവനും ചൈതന്യം തരുന്നതാണ്. അതെല്ലാത്തിനേക്കാളും മതിയായതാണ്. നമുക്ക് ജീവനുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ഈ വചനം. ഈ വചനം നമ്മൾ വായിച്ചു പഠിക്കുമ്പോഴും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴും അത് വലിയ കൃപകളാണ് നമുക്ക് ലഭിക്കുന്നത്. ആ കൃപയോടുകൂടി നമുക്ക് ദൈവത്തിന്റെ തന്നെ അടുത്ത് ചെയ്യാം. കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. നമുക്ക് വളരെ ഭക്തിയോടും ഭയത്തോടും നമുക്ക് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് തരുന്ന കൃപ നമുക്ക് കൃപ തരുമാറാകട്ടെ. കർത്താവിന്റെ നാമം മാത്രം അതിൽ കൂടി മഹിമപ്പെടട്ടെ. അതിനാണ് അതിനു വേണ്ടി നമുക്ക് ശേഷം പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് മതിയാവനാണ്. ദൈവത്തിന്റെ കരങ്ങൾ നമ്മളെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിക്കാം. കർത്താവ് മാത്രമാണ് നമുക്ക് മതിയായത്. നമ്മൾ വലിയവരല്ല, നമ്മൾ ഏറ്റവും കുറഞ്ഞവരാണ്. തീരെ നമ്മൾ ഒന്നുമില്ലാത്തവരെന്ന് നമുക്ക് കർത്താവിന്റെ സന്നിധി നമ്മൾ ഒന്നും ഇല്ലാത്തവരെ. എന്നാൽ വലിയനായ കർത്താവ് നമുക്ക് എല്ലാമായി കൂടെയുണ്ട്. ആ കൂടെയുള്ള കർത്താവിന്റെ സന്നിധി നമുക്ക് വളരെ ഭയത്തോടും ഭക്തിയോടും നമുക്ക് വിശ്വാസത്തോടും പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. നമ്മളെല്ലാവരും അത് കാണാൻ പഠിച്ച് എപ്പോഴും ഹൃദയത്തിൽ പറയുന്ന വാക്യങ്ങളാണ്. ഈ 2 വാക്യങ്ങൾ ഞാൻ അവിടെ ഓർത്തത്. സദൃശവാക്യം 4-23 വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. സകല ജാഗ്രതയോടും കൂടി നമ്മുടെ ഹൃദയത്തെ കാത്തു. നമ്മൾ ജാഗ്രത വേണം എപ്പോഴും. എന്തിനാ നമ്മൾ ജാഗ്രത? നമ്മൾ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ നാളുകൾ ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം, എന്തായി തീരണം, കർത്താവിന് വേണ്ടി ഞാൻ എന്ത് പ്രവർത്തിക്കണം, കർത്താവിന് വേണ്ടി മറ്റുള്ളവരോട് എങ്ങനെ പറയണം, ഇതൊക്കെ നമ്മൾ ജാഗ്രതയുള്ളവരായി നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ തൊക്കണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ 119 സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വളരെ വിജയമാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഈ 2 കാര്യങ്ങളിന്മേൽ നമ്മൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. കർത്താവിന്റെ വചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നാൽ നമുക്ക് അവിടെ പകയോ പണക്കമോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എന്ത് വന്നാലും ഈ വചനം നമ്മുടെ ഉള്ളിൽ അതിനെ മാറ്റി ദൂരെ കളയും. അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ഭക്തിയോടും വിശ്വാസത്തോടും ജീവിക്കാൻ തൊക്കണം. കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ദൈവസന്നിധിയിൽ ഏറെ കൃപകൾ പ്രാപിക്കാൻ തൊക്കണം. കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. അതിനുവേണ്ടി ദൈവസന്നിധി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവിടുത്തെ കൃപകളെ കർത്താവ് നിറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് അന്യോന്യം പ്രാർത്ഥന സഹകരിക്കാം. ഓരോരുത്തർക്കും കർത്താവിന്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കണം. എല്ലാവരെയും അന്യോന്യം നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കണം. നമ്മുടെ കൂട്ടുവിശ്വാസികൾ, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് അനേകം രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾക്ക് ഓരോ സഭകൾക്ക് കൂട്ടുവിശ്വാസികളെ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഞാൻ 6 കാര്യമാണ് പറഞ്ഞത്. 1-ാമത് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. 2-ാമത് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കണം. 3-ാമതായി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. 4-ാമതായി തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം. 5-ാമതായി
ന്യായമായുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഇതുപോലെ ചെയ്തത്. അത് ആ നിലയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ആറാമതായി ശത്രുന്മേൽ ജയം ലഭിക്കാനുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ ഏത് പ്രശ്നങ്ങളും വന്നാലും ശത്രുമേൽ നമ്മൾ ജയിക്കണമെങ്കിൽ, സാധാരണ തലയെ തകർക്കണമെങ്കിൽ നമ്മുടെ ദൈവസന്നിധിയിൽ മുട്ടും മടക്കി കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കൈകളെ മലർത്തിക്കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവ് അവിടെ വിജയം തരും. കർത്താവ് നമ്മുടെ ഓരോ നിമിഷം തോറും കർത്താവ് നമ്മളെ നടത്തും, പോറ്റും, പുലർത്തും. എല്ലാ ഭാരങ്ങളും നമ്മുടെ കർത്താവിന് നമ്മൾ സമർപ്പിക്കാം. നമുക്ക് അതിനുവേണ്ടി കർത്താവിന് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, എനിക്ക് കർത്താവിന്റെ ആ നിലയിലായിരിക്കാനും കർത്താവിനെ കൃപ പ്രാപിപ്പാനും നിങ്ങൾ വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ കർത്താവിന്റെ കൃപ ധാരാളം അനുഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള സമ്മതത്തോട് ഞാനും എന്റെ ഈ വാക്കുകളോട് ചുരുക്കുകയാണ്. ദൈവം ഒരുക്കി തന്ന ഈ വഴികൾക്ക് വേണ്ടി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഈ അവസരം സ്റ്റേജ് ഒരുക്കി തന്ന ഷീബായിക്ക് വേണ്ടിയും എന്റെ നന്ദി പ്രാവശ്യം കൂടി അർപ്പിച്ചുകൊണ്ട് എന്റെ കർത്താവിന്റെ നാമം മാത്രം മഹിമപ്പെടുന്ന വേണ്ടി ഞാൻ മഹിമപ്പെടുമാറാകട്ടെ. അത് പറഞ്ഞുകൊണ്ട് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളെ ഈ പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ ലീലമ്മയെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ.